അവിടെ ആശുപത്രിയിൽ അച്ഛനെ കാണാതെ കരഞ്ഞ് ബഹളം വെക്കുകയാണ് ഗൗരിമോൾ. അവളെ സ്വാന്തനിപ്പിച്ച് വേദ അരികിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് വേദ ബഹളം വെക്കേ അമ്മയുണ്ടല്ലോ. മോള് കരയാതിരിക്കുന്ന വേദയും. അമ്മ വേണ്ട, എനിക്ക് അച്ഛനെ കാണണം, ഇപ്പൊ കാണണം എന്ന് പറഞ്ഞവൾ ബഹളം വെക്കുമ്പോഴേക്കും അമ്മ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് വേദ സേതുലക്ഷ്മി അങ്ങോട്ട് വിളിക്കുക. സേതുലക്ഷ്മി ഗൗരിയുടെ അരികിലേക്ക് വന്ന്, ഗൗരി മോളെ, അച്ഛൻ ഇപ്പൊ വരും എന്ന് പറയേ ഗൗരി വീണ്ടും അച്ഛനെ കണ്ടാ മതിയെന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുകയാണ്. അത് ശ്രദ്ധിച്ച നഴ്സും, നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കേ, കുഞ്ഞിങ്ങനെ കരഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവുമെന്ന് പറയുകയാണ്. വിളിച്ചു നോക്കി കിട്ടുന്നില്ലെന്ന് സേതുലക്ഷ്മിയും പറയുന്നുണ്ട്. മോൾ അമ്മ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് വേദ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വേണ്ട അമ്മേ, അച്ഛൻ വന്നാ മതിയെന്ന് കരച്ചിലോടെ ഗൗരിയും. അമ്മേ, നമ്മൾ എന്താ ചെയ്യാ എന്ന് ആദിയോടെ വേദ ചോദിക്കേ. എനിക്ക് അവന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവും ഇല്ല മോളെ. ആ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി വരാൻ തുടങ്ങായിരുന്നു. ഇപ്പൊ വീണ്ടും അങ്ങോട്ട് തന്നെയാണോ പോകുന്നെന്നാ എന്ന് സേതുലക്ഷ്മി ടെൻഷനോടെ പറയേ. അമ്മ, ഞാൻ പറയുന്നത് എന്ന് വേദ പറയുന്നുണ്ടെങ്കിലും സേതുലക്ഷ്മി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ്. അവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോഴേക്കും തരുണും തന്റെ കാറിൽ അങ്ങോട്ടെത്തിയിരുന്നു. അവർ അവന്റെ അരികിലേക്ക് ചെന്ന്, തരുൺ എന്ത് പരിപാടിയായി കാണിച്ചത്? കുഞ്ഞ് നീ പോയപ്പോ തുടങ്ങിയ കരച്ചില, ഇതുവരെ നിർത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കെ തരുണും അകത്തേക്ക് ഓടുകയും അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഗൗരി അപ്പോഴും വാശിയോടെ കരയുകയാണ്. തരുൺ ചിരിയോടെ അങ്ങോട്ട് കയറി വന്ന്, എന്റെ ഗൗരി മോളെ, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? എന്തു പറ്റി? അച്ഛൻ വന്നില്ലേ? പറ, എന്തു പറ്റി എന്ന് ചോദിക്കേ. അച്ഛൻ വരാതായപ്പോ ഗൗരിമോള് പേടിച്ചുപോയി എന്നവൾ കരച്ചിലോടെ പറയുന്നു. അയ്യോടാ, പേടിച്ചു പോയോ? അച്ഛൻ അങ്ങനെ വരാതിരിക്കോ? കരയണ്ടട്ടോ എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിച്ച് തരുൺ അവളെയും എടുത്ത് പുറത്തേക്ക് പോവുകയും അങ്ങോട്ട് കയറി വന്ന സേതുലക്ഷ്മിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവർ പോകുന്നത് ടെൻഷനോടെ നോക്കി നിൽപ്പാ വേദയും. പിന്നീട് അവർ ഗൗരിയെയും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഉറങ്ങിപ്പോയ ഗൗരിയെയും എടുത്ത് വേദ പെട്ടെന്ന് വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും തരുൺ പിറകെ വന്ന്, വേദ, ഇന്നവൾ എന്റെ കൂടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് അവളെ വേദയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തോളത്തിട്ട് കൊണ്ടുപോവുക തരുൺ. അവൻ റൂമിൽ കയറി ഡോർ അടയ്ക്കുമ്പോഴേക്കും അത് നോക്കി ടെൻഷനോടെ നിൽക്കുന്ന വേദയോടായി, മോളെ, ഇന്നൊരു ദിവസത്തേക്കല്ലേ, ഇന്നവൾ അവന്റെ കൂടെ കിടക്കട്ടെ എന്ന് സേതുലക്ഷ്മി പറയുന്നുണ്ട്. മോളെ, ഒരു ദിവസമല്ലേ, ഇന്ന് അവൾ അവന്റെ കൂടെ കിടക്കട്ടെ എന്ന് സേതുലക്ഷ്മി പറയേ. എനിക്ക് പേടിയാവുന്ന അമ്മയെന്ന് വേദയും. എന്തിന് എന്നവർ ചോദിക്കെ, ആശുപത്രിയിൽ വെച്ച് അമ്മ കണ്ടതല്ലേ, അവൾക്കിപ്പോ തരുൺ മതി എല്ലാത്തിനും. നാളെ ഒരിക്കൽ തരുൺ അല്ലെന്ന് വേദ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സേതുലക്ഷ്മി അവളെ തടഞ്ഞ്, അത് അറിയിക്കേണ്ട സമയത്ത് വേണ്ടത്ര തയ്യാറെടുപ്പോടെ അറിയിച്ച പോരെ, ഇപ്പോഴേ ടെൻഷൻ ആവണോ? മോള് ചെന്ന് ഫ്രഷ് ആവാൻ നോക്ക്. എന്തായാലും തരുൺ വന്നപ്പോ ഗൗരിമോളുടെ പേടി മാറിയില്ലേ, തൽക്കാലം അത്രയും വിചാരിച്ചാ മതി, ചെല്ലെന്ന് പറഞ്ഞ് അവളെ എവിടെ നിന്ന് പറഞ്ഞയക്കുകയാ. വേദ എവിടെ നിന്ന് പോകുമ്പോഴേക്കും സേതുലക്ഷ്മി ഹാളിലേക്ക് ചെന്ന് സോഫയിൽ ഇരിക്കുമ്പോഴാണ് ബാഗിൽ നിന്ന് മൊബൈൽ റിങ് ചെയ്യുന്നത്. സേതുലക്ഷ്മിയുടെ ബാഗിലുണ്ടായിരുന്ന വേദയുടെ മൊബൈലായിരുന്നു റിങ് ചെയ്യുന്നത്. അവരത് എടുത്തു നോക്കുമ്പോഴേക്കും അച്ഛൻ എന്ന നമ്പറിൽ നിന്നുള്ള കോൾ കണ്ട് അവർ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. വേദയാണ് കോൾ എടുത്തതെന്ന് കരുതി ശങ്കരനാരായണനും മോളെ ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. വിക്രം ജയിലിൽ നിറങ്ങി ആക്രമിക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് അതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതിനുവേണ്ട തെളിവുകളും കോടതി പരിഗണിച്ചു. കുറച്ചുകാലം കാത്തു കിടക്കേണ്ടി വന്നാലും അവസാനം സത്യം വിജയിക്കുമെന്ന് ഉറപ്പായില്ലേ. ഇനി ഈ ഒളിച്ചു താമസത്തിന്റെ ആവശ്യമില്ല മോളെ, നീ ഇങ്ങോട്ട് പോരെ. നീ എന്തൊന്നും മിണ്ടാത്തത് എന്ന് അദ്ദേഹം ചോദിക്കേ. എല്ലാം കേട്ടിരിക്കായിരുന്ന സേതുലക്ഷ്മിയും, ഞാൻ വേദയല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ വേദ പറഞ്ഞ് എനിക്ക് ശങ്കരനാരായണൻ സാറിനെ അറിയാം. വേദ ഇപ്പോൾ പഴയ വേദയല്ല, അവൾ എന്റെ മകന്റെ ഭാര്യയാണ്. കഴിഞ്ഞതെല്ലാം അവളും ഞങ്ങളും മറക്കാൻ ശ്രമിക്കുകയാണ്. പഴയ ഓർമ്മകളിലേക്ക് ഇനിയും അവളെ വലിച്ചിഴക്കരുത് എന്നവർ പറയുന്നതുകൾക്ക്, പക്ഷേ വേദ വിക്രമിന്റെ കുഞ്ഞിനെ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുക. അത് ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് സേതുലക്ഷ്മിയും കള്ളം പറയുകയാണ്. അതെ, ഇപ്പൊ അവളുടെ ഒപ്പമുള്ളത് എന്റെ മകന്റെ കുഞ്ഞാ. സ്വന്തം അമ്മയെ പോലെയാണ് അവൾ വേദയെ കാണുന്നത്. ഞങ്ങൾക്കും ഇപ്പോൾ അത് അങ്ങനെയാണ്. വേദയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള കാരണവും അതാണ്. കുഞ്ഞ് നഷ്ടപ്പെട്ട് ആകെ തകർന്നുപോയ വേദയെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നത് എന്റെ മകന്റെ കുഞ്ഞിന്റെ സാമീപ്യമാണ്. പഴയതൊന്നും ഓർക്കാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളും ആ പഴയ കാലത്തേക്ക് അവളെ ഇനി തിരിച്ചു വിളിക്കരുത്. അവളിപ്പോ പഴയ വേദയല്ല. ഇന്നത്തെ പൊസിഷനിലേക്ക് അവൾ വെറുതെ എത്തിയതുമല്ല. അതിന്റെ പിന്നിൽ എന്റെ മകന്റെ കൂടി അധ്വാനമുണ്ട്. അവനും വേദയും അവന്റെ കുഞ്ഞുമടങ്ങുന്ന അവന്റെ കുടുംബത്തിലേക്ക് ഇനി അവകാശം പറഞ്ഞ് ഒരാളും എത്തരുത്. പ്ലീസ്, ഇതൊരു അപേക്ഷയാണ്. ഇനി വിളിക്കാതിരിക്കാനും കൂടി ശ്രമിക്കുമല്ലോ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി കോൾ കട്ട് ചെയ്ത് ആ കോൾ ലോഗ് ഡിലീറ്റ് ചെയ്യുകയാ. വിക്രം ഒരു ദിവസം ബൈക്ക് ഓടിച്ചു പോകുമ്പോഴാണ് റോഡിൽ പോലീസ് ചെക്കിംഗ് നടക്കുന്നത്. അവനോട് വണ്ടി നിർത്താനായി പറഞ്ഞ് വണ്ടിയുടെ RCയും ഇൻഷുറൻസും എല്ലാം എടുക്കാനായി പറയുന്നുണ്ട് ഒരു പോലീസുകാരൻ. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ജീപ്പിനരികിൽ നിൽക്കായിരുന്ന സാബുവിന്റെ അരികിലേക്ക് ചെന്ന്, സാറേ, അതാരെന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കേ. സാബുവും ഒരു ചിരിയോടെ, ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് ആ പോലീസുകാരനെ വിളിച്ച് വിക്രത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. സാബു അവനോടായി, എന്താടാ, എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാനാ നിന്റെ പ്ലാൻ? നിന്നെ ഒന്ന് നേരിൽ കാണാനിരിക്കുകയായിരുന്നു ഞാൻ. സ്റ്റേഷനിൽ വന്നുപെടുന്ന എന്തെങ്കിലും ഒന്നും ഒപ്പിക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതുവരെ കാത്തിരിക്കണമല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ദാ നീ തന്നെ മുന്നിൽ വന്നു പെട്ടത് എന്നവനോടായി പറഞ്ഞ് അവന്റെ ആസി ചെക്ക് ചെയ്ത പോലീസുകാരനോടായി
പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണോടോ എന്ന് സബ് ചോദിക്കുന്നുണ്ട്. പേപ്പേഴ്സും ഇൻഷുറൻസും എല്ലാം ഓക്കെ ആണെന്ന് അയാൾ പറയേ, എന്നാലും ഒന്ന് വിസ്തരിച്ച് പരിശോധിക്കാതെ വിടണ്ട. പണ്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 7 കൊല്ലം അകത്ത് കിടന്നവനാ. ഇപ്പോഴും അതിന്റെ പണിയുണ്ടോന്ന് അറിയില്ലല്ലോ. അതിന്മേലിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടാ എന്ന് പറഞ്ഞ് വിക്രത്തെ ബൈക്കിൽ നിറക്കുക സാബു. ഓപ്പറേഷൻ തൂഫാന, ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം. നിന്നെ പോലുള്ളവരാണല്ലോ ഇവിടെ ഈ മാഫിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് സാബു പറയേ, സാബു സാറേ എന്റെ കയ്യിൽ അതൊന്നുമില്ല, പരിശോധിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് സാറിനറിയാം. എന്നെ അപമാനിക്കാനല്ലേ സാറേ പിടിച്ചു നിർത്തിയത് എന്നവൻ ചോദിക്കുന്നവൾക്ക് അവന്റെ കോളറിൽ പിടുത്തമിട്ട് റോഡിലേക്ക് തള്ളിക്കൊണ്ട്, അപമാനമോ? നിനക്കതിനെവിടെ നടാ മാനം? ജീവിതത്തിൽ 10-13 വർഷം അകത്ത് കിടന്നവനല്ലേ നീ, മാനത്തിന്റെ കാര്യം നീ വിട് എന്ന് പറഞ്ഞ് കൂടെയുള്ള പോലീസുകാരോടായി വിക്രത്തെയും ബൈക്കും പരിശോധിക്കാൻ പറയുക സാബു. സാബു തന്നെ അവന്റെ ബാഗ് എടുത്ത് പരിശോധിക്കുമ്പോഴേക്കും കൂടെയുള്ള പോലീസുകാർ അവന്റെ ദേഹം പരിശോധിക്കുക. സാബു അവന്റെ ബാഗിലുള്ളതെല്ലാം റോഡിലേക്ക് കുടഞ്ഞിട്ട്, പണ്ട് തന്തയുടെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച് പിടിയിലായവനാ, ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, നോക്കാതെ വിടാൻ പറ്റില്ലല്ലോ, പോലീസുകാരന്റെ കടമയായി പോയില്ലേ എന്നവിടെ കൂടി നിൽക്കുന്നവരോടായി പറയുക. വിക്രവും പറയുന്നുണ്ട്, സാറേ കയ്യിലുള്ളത് എന്തെങ്കിലും എന്റെ മേൽ ചുമത്തിയിട്ട് അകത്തിടാനാണ് പരിപാടിയെങ്കിൽ സാറിന് എന്നെ അറിയാലോന്ന്. സാബുവും ദേഷ്യത്തോടെ, ഭീഷണി നിർത്തടാ, നിന്റെ കയ്യിലെങ്ങാനും ഒരു തരി സാധനം ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ നിന്നെ അകത്താക്കിയേനെ, നീയൊന്ന് പത്തിപ്പൊക്കി കിട്ടാനാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്, പഴയ കടങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് വീട്ട എന്ന് പറഞ്ഞ് വിക്രത്തെ ഒരു തള്ളു വെച്ചു കൊടുത്ത് അവന്റെ ഷർട്ട് ഊരി പരിശോധിക്കടോ എന്ന് കൂടെയുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകുകയാ. ഒരു പോലീസുകാരൻ അവന്റെ അരിയിലേക്ക് വന്ന്, ചി അഴിക്കടാ എന്ന് പറയേ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കണുണ്ട്. വലിച്ചു കീറി ഷർട്ട് പരിശോധിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് അഴിച്ചോ എന്ന് സാബുവും പറയുന്നുണ്ട്. അത് കേട്ട് വിക്രം തന്റെ ഷർട്ട് അഴിക്കുകയാണ്. അപ്പോഴേക്കും സാബു അവന്റെ അരികിലേക്ക് വന്ന്, അടിവസ്ത്രത്തിനുള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കുക. സാറേ പ്ലീസ് എന്ന് വിക്രവും പറയുക. അത് കണ്ട് സാബുവും, ഓഹോ അപ്പൊ നിനക്ക് അത്രയ്ക്ക് മര്യാദയൊക്കെ ഉണ്ടോ, ശരി വിടടോ എന്ന് കൂടെയുള്ളവരോടായി പറഞ്ഞ്, ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, അത്ര എളുപ്പത്തിൽ നിന്നെ വിടുമെന്ന് കരുതണ്ട കേട്ടോടാ എന്ന് ഷർട്ടിടുന്ന വിക്രത്തോടായി സാബു പറയുകയും, താഴെ കിടക്കുന്നതൊക്കെ പെറുക്കിയെടുത്ത് വണ്ടിയും എടുത്ത് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് സാബു ഇവിടുന്ന് പോകുമ്പോഴേക്കും വിക്രം റോഡിലേക്കിരുന്ന് താഴെ ചിതറിക്കിടക്കുന്ന തന്റെ സാധനങ്ങളെല്ലാം ബാഗിൽ പെറുക്കിയിടാൻ തുടങ്ങുക. അവിടെ വേദയെ കാണാൻ വീട്ടിലെത്തിയിരിക്കുകയാണ് ശ്രേയ. മുറ്റത്തൊരിടത്ത് നിന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാ. ഇപ്പൊ എന്ത് തോന്നുന്നു? നിന്റെ തീരുമാനങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നില്ലേ? കുഞ്ഞിന്റെ സുരക്ഷ നോക്കി മാത്രമാണ് നീ തുടങ്ങി വെച്ചത്, ഇപ്പൊ നിന്റെ ജീവിതം തന്നെ മാറിപ്പോയില്ലേ എന്ന് ശ്രേയ ചോദിക്കുന്നവൾക്ക് വേദയും പുഞ്ചിരിയോടെ, അതെ എന്റെ ജീവിതം തന്നെ മാറിപ്പോയി, അഴിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ അത് മുറുകിക്കൊണ്ടിരിക്കുക എന്നവൾ ടെൻഷനോടെ പറയുന്നവൾക്ക്, എന്താടി എന്ന് ശ്രേയയും ചോദിക്കുക. ഇനി എത്ര കാലം ഞാൻ ഇങ്ങനെ പോവും ശ്രേയ, എന്റെ മോളെയും തരുണിനെയും ഞാൻ പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ ഓർക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം എന്ന് വേദ പറയുകയാ. അത് കേട്ട് ശ്രേയയും, നീ മാത്രമല്ലല്ലോ ഇത് തീരുമാനിച്ചത്, തരുണിന്റെ അമ്മയ്ക്കും ഇതിൽ പങ്കില്ലേ, എന്നെങ്കിലും ഒരിക്കൽ ഇത് തുറന്നു പറയേണ്ടി വരുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയല്ലേ അന്ന് ഈ തീരുമാനമെടുത്തത് എന്നവൾ ചോദിക്കേ. അതെ, പക്ഷെ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ശ്രേയ. ഓരോ ദിവസം കഴിയും തോറും അവളും തരുണും തമ്മിലുള്ള ബോണ്ടിങ് കൂടിക്കൊണ്ട് വരികയാണ്. അവൾ തരുണിന്റെ മകളല്ലെന്ന് അറിയുന്ന നിമിഷം അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അതെങ്ങനെ സർവൈവ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയുമില്ല എന്നവൾ വിഷമത്തോടെ പറയേ. നീയായിട്ടത് തരുണിനോട് പറയാൻ നിൽക്കണ്ട, തരുണിന്റെ അമ്മ പറയട്ടെ. അന്ന് ഭാര്യയോടൊപ്പം കുഞ്ഞും കൂടി പോയി എന്ന വാർത്ത അറിയുമ്പോൾ തരുൺ തകർന്നു പോകുമെന്ന് കരുതിയപ്പോ തൽക്കാലത്തേക്ക് ചെയ്ത ഒരു കാര്യമാണിതെന്നും അന്ന് നിന്റെ അവസ്ഥ അതായതുകൊണ്ട് പുറത്തു പറയാനാവാതെ നീങ്ങിപ്പോയതാണെന്നും അവര് തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് ശ്രേയയും പറയുന്നുണ്ട്. തരുൺ പക്ഷെ അത് അംഗീകരിക്കുമോ എന്ന് വേദ ചോദിക്കേ. അല്ലാതെ വേറെ എന്താ ഇപ്പൊ ഒരു മാർഗം? മോളോട് നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവൾക്കൊരു അച്ഛനുണ്ടെന്നും ആള് മറ്റൊരു സ്ഥലത്താണെന്നും നീ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രേയ ചോദിക്കുക. അത് കേട്ട് വേദയും, ബുദ്ധിമുട്ടോ? വിക്രമിന്റെ മുഖമോർക്കാത്ത ഏത് ദിവസമാ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? മോളോട് ആ സത്യം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്ക് വിക്രത്തോട് അത് പറയണം ശ്രേയ. വിക്രം ഒരു അച്ഛനാണെന്നും ആ കുഞ്ഞ് സുരക്ഷിതയായി വളരുന്നുണ്ടെന്നും ആദ്യം വിക്രം അറിയണം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി വിക്രമിനെ നേരിട്ട് കണ്ടാലൊന്ന് വിചാരിക്കുക എന്ന് വേദ പറയേ. അങ്ങനെയാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ നീ ഉറപ്പായിട്ടും പോണം എന്ന് ശ്രേയ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങോട്ടെത്തുന്ന സേതുലക്ഷ്മിയും അവർക്ക് ചായ കൊടുത്ത് എങ്ങോട്ട് പോകുന്ന കാര്യമാ പറയുന്നതെന്ന് ചോദിക്കുക. അല്ല, വേദ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോകുന്ന കാര്യം പറയായിരുന്നു എന്ന് ശ്രേയ പറയുന്നതിൽക്കെ, ആണോ എവിടേക്കാ മോളെ എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക്. ഒഫീഷ്യൽ അല്ലമ്മേ, തികച്ചും പേഴ്സണലാ. അമ്മയോട് എന്തിനാ നുണ പറയുന്നത് എന്ന് ശ്രേയയോടായി വേദ ചോദിക്കുന്നുണ്ട്. ജയിലിലേക്കാണോ എന്ന് സേതുലക്ഷ്മിയും ചോദിക്കുക. അതെ എന്ന് വേദ പറയേ. നീ പോകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, എന്നാണ് അത് സംഭവിക്കാന്ന് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. തരുണിനോട് പറയുന്നുണ്ടോ എന്ന് സേതുലക്ഷ്മി ചോദിക്കേ. എന്താ വേണ്ടതെന്ന് വേദയും ചോദിക്കുക. പറയണ്ട, ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതല്ലേ, പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചില സത്യങ്ങൾ സ്വയം വെളിപ്പെടുന്നതുവരെ കാത്തിരിക്കുകയാണ് നല്ലത് മോളെ. നമ്മളായിട്ട് തിരക്ക് പിടിച്ച് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കേണ്ട. നീ ഇപ്പോ നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം, ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞ് ശ്രേയയെ ഒന്ന് നോക്കി സേതുലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും ശ്രേയയും വേദയോടായി, എനിക്ക് നിന്നെയും തരുണിനെയും മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒട്ടും പിടികിട്ടാത്തത് തരുണിന്റെ അമ്മയെയാ.
എന്നവൾ പറയേ, ഞാൻ എന്താണോ അത് തന്നെയാണ് അമ്മയും. എന്റെ കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു അഭയത്തിന് ശ്രമിച്ചതുപോലെ അവരുടെ മകന്റെ മനസ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരും ശ്രമിച്ചു. രണ്ടമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിച്ച ഒരു നാടകം. സ്നേഹമായിരുന്നോ സ്വാർത്ഥതയായിരുന്നോ കൂടുതലെന്ന് കാലം തെളിയിക്കും എന്ന് വേദയും പറയുന്നുണ്ട്. ജോലിക്കിറങ്ങിയ വിശ്വം തന്റെ വണ്ടിക്കരിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. അതിന് സാബുവും കൂട്ടരും ഇറങ്ങി വരുമ്പോഴേക്കും എന്താ സാറേ എന്ന് വിശ്വവും ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണോ വണ്ടിയിൽ കടത്തുന്നത് എന്ന് സാബു ചോദിക്കേ, ഒന്നും മിണ്ടാതെ നിൽപ്പാ വിശ്വവും. ചോദിച്ചു കേട്ടില്ലേ എന്തൊക്കെയാണെന്ന് സാബു സാർ വീണ്ടും ചോദിക്കും. പൊടികളാണ് സാറേ എന്ന് വിശ്വവും. ഇപ്പൊ പലതരം പൊടികളാണല്ലോ പലരും കടത്തുന്നത്, അതെന്താണെന്നാ ചോദിച്ചതെന്ന് സാബു സാർ. പുറത്തെ ബഹളം കേട്ട് വിക്രവും ശ്രീജയും അങ്ങോട്ടിറങ്ങി വരുന്നുണ്ട്. പോലീസുകാരുടെ കൂടെ ശ്രീകാന്തും ഉണ്ടായിരുന്നു. വിക്രം മുറ്റത്തേക്ക് ഇറങ്ങി വീഴുമ്പോഴേക്കും അവനെ ഒന്ന് നോക്കി ചിരിയോടെ ചോദിച്ചു നിൽക്കാതെ എല്ലാം വാരി വലിച്ചിങ്ങിട്ട് പരിശോധിക്ക് സാറേ എന്ന് ശ്രീകാന്ത് പറയുന്നു. വിക്രവും സംശയത്തോടെ എന്താ എന്ന് സാബു സാറോടായി ചോദിക്കേ, ഇന്നലെ നീ സൂത്രത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു, അങ്ങനെ വെറുതെ വിട്ടുകൂടല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാമെന്ന് വെച്ചു എന്ന് സാബു സാർ പറയെ വിശ്വവും പറയുന്നുണ്ട്. സാറേ, കഴിഞ്ഞ കുറച്ചു കൊല്ലങ്ങളായി കറി പൗഡറുകളും മസാലപ്പൊടിയുമൊക്കെ വിറ്റ് ജീവിക്കുന്നവരാ ഞങ്ങൾ എന്ത് വേറെ കടത്താനാ സാറേ എന്ന്. അത് കേട്ട് സാബു സാറും, നീ കച്ചവടം ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഇപ്പോ ജയിലിൽ നിന്ന് വേറൊരുത്തം കൂടി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ, അവന്റെ പഴയ ബിസിനസ് നിന്റെ മറയിലാണോ എന്നൊരു സംശയം, അപ്പോ നിന്നെ പരിശോധിക്കാതെ പറ്റുമോ എന്ന് സാർ വിശ്വത്തോടായി ചോദിക്കുമ്പോഴേക്കും വാക്കറിൽ സിറ്റൗട്ടിലേക്ക് എത്തുന്ന മാഷും, ദേ സാറേ, വെറുതെ മുൻവൈരാഗ്യം വെച്ച് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത്, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബമാണുള്ളതെന്ന്, അത് പോലീസാണല്ലോ തീരുമാനിക്കേണ്ടതെന്ന് സാബുവും. ശ്രീജയും പറയുന്നുണ്ട്, സാറേ വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ, ഇത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാ, ഇവിടെ പോലീസും മറ്റും വന്ന് പരിശോധിക്കുന്നറിഞ്ഞ ഹൗസ് ഓണർ സമ്മതിക്കില്ല. അത് കേട്ട് സാബുവും ശ്രീജയുടെ അരികിലേക്ക് ചെന്ന്, അങ്ങനെ എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് പോലീസിന് നാർക്കോട്ടിക്സ് ബിസിനസ് തടയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്ക് മാഷും, നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സാബു അങ്ങോട്ട് ചെന്ന്, എന്താ മാഷേ പറഞ്ഞത് മനസ്സിലായില്ലേ, പുറത്തിറങ്ങിയ നിങ്ങളുടെ മകൻ ഈ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതാണ് ഞങ്ങൾ വന്നത്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ, ഇതെല്ലാം പൊടിച്ചെടുക്കുന്ന ഒരു മില്ല്, അവിടെയും കയറി ഞങ്ങൾ പരിശോധിക്കും, എന്തെങ്കിലും കിട്ടിയാൽ കച്ചവടം ഞങ്ങൾ പൂട്ടിക്കുകയും ചെയ്യും, കാണണോ എന്ന് ഭീഷണിയോടെ ചോദിക്കുന്നവർക്ക് വിക്രമും അങ്ങോട്ട് വന്ന്, അപ്പോ സാർ ഇന്നലെ പറഞ്ഞത് നടപ്പിലാക്കാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നീ സത്യസന്ധനും നല്ലവനുമായെന്ന് ഞങ്ങൾക്കൊന്ന് ഉറപ്പിക്കണ്ടേ വിക്രം എന്ന് സാബു സാർ ചോദിക്കുന്നവൾക്ക് മാഷും, സാറേ കഴിഞ്ഞ ഒരു 5 വർഷം എന്റെ മകനെ തടവിലിട്ടത് ചെയ്യാത്ത കുറ്റത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കാനാണ് പോലീസിനോട് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്, അല്ലാതെ സംശയിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിരപരാധികളെ വീണ്ടും ശിക്ഷിക്കാനല്ല എന്ന് ശ്രീകാന്തിനെ നോക്കി മാഷ് പറയുന്നവൾക്ക് ശ്രീകാന്തും, പോലീസ് അവരുടെ പണി നടത്തട്ടെ മൂപ്പിന്നെ, അല്ലാതെ തടസ്സപ്പെടുത്താൻ നോക്കിയത് കൊണ്ടൊന്നും അവര് പിന്മാറാൻ പോകുന്നില്ല എന്ന് പരിഹസിക്കുകയാ. അത് കേട്ട് വിക്രവും അച്ഛൻ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് സാബു സാറിനോടായി, ശരി നിങ്ങൾക്ക് പരിശോധിക്കാം, പക്ഷെ അതിനു മുമ്പ് പരിശോധിക്കുന്ന പോലീസുകാരുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം എന്നവൻ പറയുന്നവൾക്ക്, എന്താടാ പറഞ്ഞത് എന്ന് സാബുവും ദേഷ്യത്തോടെ ചോദിക്കുന്നു. മനസ്സിലായില്ലേ, അതിനു മുമ്പ് എനിക്കും എന്റെ ചേട്ടനും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നൊരു ഉറപ്പ് കിട്ടണം, അതിനുശേഷമേ നിങ്ങൾക്ക് ഈ വണ്ടി പരിശോധിക്കാൻ കിട്ടൂ, എന്നിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ അബു 5 കൊല്ലം കാത്തു സൂക്ഷിച്ചു വെച്ച പകയും വൈരാഗ്യവും ഒക്കെ കെട്ടടങ്ങി ഒരു പഴം പോലെ നിൽക്കാണ് ഞാനെന്ന് സാർ വിചാരിക്കരുത്, ഇതിനുള്ളിൽ ഒന്നുമില്ലെന്ന് പറയുന്ന ആ നിമിഷം താൻ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, പോലീസിനെ ആക്രമിച്ചതിനല്ല, നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന ഈ പരനാറിയെ ആക്രമിച്ചതിന്. എന്താ റെഡിയാണോ? റെഡിയാണെങ്കിൽ വാടോ, ഏത് പോലീസുകാരനെ ആണെങ്കിലും പറഞ്ഞു വിട്, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് വിക്രം പറയുന്നവൾക്ക് സാബു ശ്രീകാന്തിനെ ഒന്ന് നോക്കുകയാ. അത് ശ്രദ്ധിച്ച വിക്രവും ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്ന്, ശ്രീകാന്തെ, നീ ഇതുവരെ ചെയ്തതൊന്നും മറന്നതുകൊണ്ടല്ല ഞാൻ നിന്നെ ഒന്നും ചെയ്യാഞ്ഞത്, നീ ഒറ്റ ഒരാൾ കാരണം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്ന വേദയെ കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ, ആ നിമിഷം എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടാവും, അതറിയാലോ, അതുവരെ അല്പം കൂടി ആയുസ് നീട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഈ കൂലി പട്ടാളത്തെയും വിളിച്ചോണ്ട് പോവാൻ നോക്ക് എന്ന് വിക്രം പരിഹസിക്കുന്നവർക്ക് ഡാ എന്ന് വിളിച്ച് സാബു സാർ അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്തും മറുപടിയൊന്നും പറയാതെ തന്റെ കാറിൽ പോയി കയറുന്നുണ്ട്. വിക്രവും സാറിനോടായി 5 കൊല്ലം വിക്രം വെറുതെ ഇരുന്ന് തിന്നിട്ടല്ല പുറത്തോട്ടിറങ്ങിയത്, മനസ്സും ശരീരവും നല്ലതുപോലെ ഉറപ്പിച്ചെടുത്തിട്ടാ കുറെ കാലം അനങ്ങാതെ കിടന്നത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ. സാബു സാറ് ഈ സീൻ കൂടുതൽ വഷളാക്കാതെ പോവാൻ നോക്കും ചെല്ലെന്ന് വിക്രം പറയുമ്പോഴേക്കും ശ്രീകാന്ത് തന്റെ കാറുമെടുത്ത് അവിടുന്ന് പോവുകയാണ്. അവൻ പോകുന്നു നോക്കി വിക്രവും ചിരിയോടെ, കൊട്ടേഷൻ തന്ന ആള് സ്ഥലം വിട്ടു, ഇനിയും നിൽക്കണോ എന്ന് സാബു സാറിനോടായി ചോദിക്കേ, സാറും നീ എണ്ണിക്കോ, ഇനി അധികം ദിവസമില്ല, ഏറെ വൈകാതെ തന്നെ നിന്നെ വന്നിടത്തേക്ക് ഞാൻ തിരിച്ചയച്ചോളാം എന്ന് ഭീഷണിയോടെ പറയേ. സന്തോഷം എന്ന് പറഞ്ഞ് കൈകൂപ്പി, അതിനു മുമ്പ് നീ നിന്റെ പെണ്ണുപിള്ളയോട് കുറച്ചു കാലത്തേക്ക് വെള്ള എടുത്ത് നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്കില്ല, അങ്ങനെ ഒരു ആചാരത്തിൽ അവര് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന് വിക്രം പറയുന്നവൾക്ക് മറുപടി പറയാതെ സാബു കൂടെയുള്ള പോലീസുകാരെയും വിളിച്ച് അവിടുന്ന് പോവുകയാണ്. പോലീസ് ജീപ്പിനരികിലേക്ക് ചെന്ന് വിക്രത്തെ ദേഷ്യത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി സാബു വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. വിശ്വവും വിക്രത്തോടായി എന്താടാ ഇതൊക്കെ എന്ന് ചോദിക്കേ, വിശ്വേട്ടൻ പേടിച്ചോ, ഏട്ടൻ ഇനി അധികം
അധികം ദിവസം ഇങ്ങനെ പേടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു വിക്രം അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സിറ്റൗട്ടിൽ നിൽക്കുന്ന അച്ഛനും പറയുന്നുണ്ട് അവരിതൊന്നും കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന്. അറിയാം, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ടെന്ന് വിക്രവും. ടെൻഷനോട് നിൽക്കുന്ന ശ്രീജയോടായി അപ്പമോൾ ഇല്ലാതിരുന്നത് നന്നായല്ലേ, ഏട്ടത്തി മില്ലിലേക്ക് പോവാൻ നോക്കിക്കോളൂ, ഇനി ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് വിക്രം ആശ്വസിപ്പിക്കുന്നുണ്ട്. അവനകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ഒരു നെടുവീർപ്പോടെ നിൽക്കുന്ന മാഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.